ടാറ്റ. ബൈ ബൈ സീ യു. പൊക്കോട്ടെ. ടാറ്റ എന്നേ ടാറ്റ. ടാറ്റ. ഒരു ഫ്ലൈങ് കിസ് എന്ന്. പൊക്കോട്ടെ. ഐസ ബൈ. Bye bye, see you video. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഒരു 7:45, 7:40 ആയിട്ടുണ്ട്. ഞങ്ങളൊരു യാത്രയിലാണ്. ഇങ്ങനെ ഒരു കാറിൽ ഈ ഒരു പോസ്റ്റർ കാണുമ്പോ തന്നെ അറിയാം എന്തായാലും ഞങ്ങള് എന്താണ് ഞാൻ വീഡിയോ എടുക്കാൻ അറിഞ്ഞില്ലേ കൂടെ ഇങ്ങനെ ഹോൺ അടിക്കണത് വണ്ടി വരുന്നത്. പിന്നെ ഞാൻ അവിടെ അപ്പൊ പടായിട്ടിരിക്കണ്ടേ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോ അത്രയും നേരം സൈലന്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ ടൺ 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 എന്ന് പറഞ്ഞിങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? പോയി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കാല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഒരു 7:42, 7:40 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊരു യാത്രയിലാണ്. കാറിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോ തന്നെ എന്തായാലും അറിയാലോ ഞങ്ങളൊരു യാത്രയിലാണെന്ന്. അപ്പൊ ഈ ഒരു യാത്ര എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിട്ട് അപ്പൊ അതെന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ഓർത്തു. ഒരു വ്ളോഗായിട്ട് എടുക്കണേ. ഒരു കുട്ടി വ്ളോഗാണ്, വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂര് പീച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്, പീച്ചി ഡാം ആ ഏരിയയിലൊക്കെ അല്ലേ, പീച്ചി ഡാം ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. മുന്നേ നമ്മൾ മഞ്ചേരിയിൽ പോയ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കൂടിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നോക്കണത് ചുറ്റുപാട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങാടും ഇങ്ങോട്ടൊക്കെ അറിയണവർ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നോക്കണേട്ടാ. അപ്പോ എന്തോ കമന്റ് അടിച്ച് പറയണില്ല എന്തെന്ന്. അപ്പൊ നമ്മള് പീച്ചിക്ക് പോകുന്നത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓഫീസിലത്തേക്ക് ഒരു വണ്ടി. ഇന്നലെ ഉച്ചയായപ്പോഴാണ് നമുക്ക് വണ്ടി കണ്ടത്. അപ്പൊ ഇന്നലെ പോവാൻ പറ്റിയില്ല. ഇന്നലെ നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നലെ പോവാൻ പറ്റിയില്ല. അപ്പൊ അത് നമ്മള് ഇന്നത്തേക്ക് ആക്കിയതാണ്. ഇന്നിപ്പോ ഒരു ഉച്ചയിട്ടൊക്കെ സമാധാനത്തിന് അങ്ങനെ പോവാന്ന് ഓർത്താണ്ടിരുന്നത്. അപ്പൊ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണത്. ഒരു കുറച്ച് പഴയ മോഡൽ വണ്ടിയാണ്. അപ്പൊ അതിന് ഭയങ്കര ഡിമാൻഡ്. ആൾക്കാരിങ്ങനെ ക്യൂ ആണ്. നമുക്കും കിട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. കാരണം നമ്മളെക്കാൾ മുന്നേ അവിടെ അടുത്ത ആളുകൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടി അവർക്ക് പോകും. അപ്പൊ കിട്ടോ ഇല്ലയോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും എന്നിങ്ങനെ അറിയാൻ പറ്റില്ല. ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ഉള്ളില്. അപ്പൊ എന്തായാലും കുറച്ചിതായിട്ട് തോന്നി. അപ്പൊ ഹയാസിനെ സ്കൂളിൽ വിട്ടിട്ട് പോവാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്ത് കുറച്ചുകൂടി നേരത്തെ പോവാം. മാക്സിമം നമ്മൾ എത്രയോ നേരത്തെ അങ്ങോട്ടേക്ക് എത്തണോ അത്രയും ചാൻസ് കൂടുതലാണല്ലോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ ഇന്നലെ അഡ്വാൻസ് ഒക്കെ ഇടാന്ന് പറഞ്ഞപ്പോ അവർക്ക് അങ്ങനെ അഡ്വാൻസ് കാര്യങ്ങളൊന്നും വേണ്ട, വണ്ടി കാണണമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് ജെനുവിനായിട്ടൊക്കെ അവരെല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇക്കാക്ക് ഭയങ്കരമായിട്ട് ബഹുത്ത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതന്നെ എടുക്കാന്ന് ഓർത്തിട്ടാണ് ഈ പോണത്. പിന്നെന്താ, ഹയാസിനെ അവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ലഞ്ച് ബോക്സും കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതും സെറ്റ് ആക്കണതൊക്കെ ഉമ്മച്ചിയാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയുടെ അടുത്ത്. അപ്പൊ ഉമ്മച്ചി രാവിലെ അവന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹംനയും എഴുന്നേറ്റ് വന്ന് ഹംനാക്ക് ഫീഡ് ചെയ്തു. ഇനിയിപ്പോ ഹംന അവിടെ നടന്നോളൂ. ഞാനിങ്ങനെ പോകുന്ന ശീലമുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഒരു മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാറ്റയൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ വിട്ടേക്കണത്. അപ്പൊ അത്രയൊക്കെയാണ്. പിന്നെന്താ, ഹയാസിനെ ഇനി വാപ്പിച്ചുകൊണ്ടുപോയി ബസ് ആയിട്ട് വിട്ടോളും. അവരുടെ പിള്ളേരുടെ കാര്യം സെറ്റാണ്, ഞങ്ങളുടെ കാര്യം സെറ്റാണ്. ഇനിയിപ്പോ നേരെ ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് മുകേഷിനെ വിളിക്കണം. നമ്മ വണ്ടി എടുത്തിട്ട് തിരിച്ചു വരുമ്പോ വണ്ടി ഓടിച്ചോണ്ട് വരാൻ എന്നെ കൊണ്ടാവില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാത്തതിന്റെ പ്രശ്നം? ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചാലല്ലേ ഇതുപോലെയൊക്കെ പോകുമ്പോ വണ്ടിയൊക്കെ തിരിച്ച് എടുത്തോണ്ട് വരാൻ പറ്റുള്ളൂ. എന്നെ പഠിപ്പിച്ചു തരൂല. സ്വന്തം കാറിൽ വേറെ ആരും തൊടണ ഇഷ്ടമല്ല. അങ്ങനത്തെ മൈൻഡുള്ള കെട്ടിയന്മാരാണ് ഈ പറയണത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ നേരെ ഓഫീസിലേക്ക് ചെന്ന് ഓഫീസിന്റെ അവിടെ മുകേഷിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഞാൻ ഏതാണ്ട് ഒരു 7 മണിയായപ്പോ തൊട്ട് വിളിച്ച് 7:15 പോവാന്ന് പറഞ്ഞു. ഇപ്പൊ സമയം 7:45. ഇപ്പൊ വിളിച്ചപ്പോഴും അവന് ഉറക്കത്തിന്റെ കുറച്ച് പ്രാന്തുള്ള പയ്യനാണ്. അപ്പൊ അവന് വിളിച്ചേരാലും കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങാം. ആ ഒരു മൈൻഡ് എനിക്കറിയാം. അപ്പൊ ഞാൻ നേരത്തെ അവനെ വിളിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പം അവനും നമ്മുടെ കൂടെ വരുന്നോണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത്. അപ്പൊ സെറ്റായിട്ടാണ് പോണത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് എന്ത് ദിവസമാണ്? വെനസ്ഡേ അല്ലേ? 15 അല്ലേ? 15 വെനസ്ഡേ, ഒക്ടോബർ 15
നമ്മുടെ ഓഫീസിന്റെ വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതലാണ് കേട്ടോ. സോ ആരും വന്നിട്ടില്ല. അതേ ഷട്ടർ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. മുകേഷ് താമസിക്കുന്നത് ഓഫീസിന്റെ നിയറസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊടകരയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ എവിടെ ഒരു യാത്ര പോയാലും രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ആയിരിക്കും കേട്ടോ. സോ ഇന്നും നമ്മൾ മസാല ദോശ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. കൂടെ തന്നെ കോഫി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പൊതുവെ വീട്ടിലാണെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. പക്ഷെ ഒരു ട്രാവലിംഗിലാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പൊ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിയിട്ട് ഞങ്ങളുടെ യാത്ര അതേ കണ്ടിന്യൂ ചെയ്യാണ്. അതിനുള്ള ഇത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വണ്ടി ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അറൗണ്ട് ഒരു 9:30 ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാക്കയും മുകേഷും കൂടി അവിടെ വണ്ടി കാര്യമായി നോക്കുന്നുണ്ട്, ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് വലിയ റോൾ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കാറിലിരിക്കണ്ടേ. കാറാണെങ്കിൽ ഓൺ ചെയ്തിട്ടില്ല. നല്ല വെയിലുണ്ട്. ചൂടെടുത്തിട്ട് വേർത്തൊരു പരിവായിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വലിയ സീനില്ല. മറ്റേ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിച്ചായിരുന്നു. പിന്നെ കോഫിയൊക്കെ കുടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ വണ്ടി എടുക്കോ ഇല്ലയോ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡായിട്ട് ആൾക്കാർ ക്യൂ ആയിരുന്നു. അപ്പോൾ വേറെ ആരും വന്നിട്ടില്ല. വരുന്ന സമയത്ത് എന്തായിരുന്നു അവരോട് നമ്മളിങ്ങനെ വരുന്നതുകൊണ്ട് ഇവർ വിളിച്ച് പറഞ്ഞു തോന്നണം ഇങ്ങനെ നമ്മൾ വരുന്നുണ്ട്, അപ്പോൾ വന്ന് നോക്കിയിട്ട് അവരോട് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പെൻഡിങ്ങിൽ നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ ഇക്കാക്കാണെങ്കിൽ പുറം വേദന, പെടലി കഴിഞ്ഞ ദിവസം ഇങ്ങനെ തിരിഞ്ഞപ്പോഴെന്തോ ഉളുക്കി, കിടന്നപ്പോഴെന്തോ ഉളുക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഇച്ചിരി സിവിയറാണ്. രാവിലെ ഞാൻ ബാമൊക്കെ ഇട്ട് കൊടുത്ത് വാപ്പിച്ച് ചൂടൊക്കെ പിടിച്ച് എന്നിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പം ഇച്ചിരി പിന്നെയും കൂടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ട് പോകണം. അവിടെ അടുത്തൊരു ഡോക്ടറെ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കാലത്ത് കണ്ട് എന്തായാലും മെഡിസിൻ വാങ്ങിക്കണം. നീര് വെക്കുന്നുണ്ടെന്ന് തോന്നണം. അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ വെച്ചോണ്ടിരുന്ന സെറ്റാവില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അതിനെന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. ഹയാസ് സ്കൂളിൽ പോയി, ഹംന വീട്ടിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഉമ്മച്ചിയുടെ അടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വരെയുള്ള വിശേഷങ്ങൾ. അവരവിടെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ. അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി എടുത്താ, നമ്മളപ്പോ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തെന്നാ എഴുതാൻ പോണതല്ലേ? എന്താ പോണത്? എഗ്രിമെന്റ്, പേര് മാറാനുള്ള എഗ്രിമെന്റ് എഴുതാൻ പോണ. കീ വാങ്ങിച്ചിട്ടില്ല. മുകേഷ് വണ്ടി എടുത്തിട്ട് പുറകെ വരുന്നുണ്ട്. ഫ്രണ്ടില് വണ്ടിയുടെ ഓണർ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിത് എഴുതാൻ പോയിട്ട് അവിടെ നിന്ന് കീ ഒക്കെ വാങ്ങിച്ച് സെറ്റായിട്ട് നമ്മള് പോവും. വണ്ടിക്ക് ഒരുപാട് പണിയുണ്ടല്ലേ? കൊറേ സീറോയിലാണ് പണിത് സെറ്റാക്കി കുറെ അധികം കാര്യങ്ങൾ വണ്ടിയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഇക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഹടാന്ന് ആകർഷിച്ചു. അപ്പൊ അതിൽ ഞാൻ എന്തായാലും നോ പറയണില്ല. കുറെ അതിനായി ഇങ്ങനെ ഇക്കാരനെ നോ പറഞ്ഞ് നിർത്തി വെക്കായിരുന്നു. കുറെ വണ്ടികൾ നമ്മൾ നോക്കിയല്ലേ, നിങ്ങൾക്കറിയാം മഞ്ചേരിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോയി, നിങ്ങൾ കാണാത്തതായ കുറെ സ്ഥലത്തൊക്കെ നമ്മളിത് പോയി നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഇക്കാക്ക് മാറുന്നില്ല. പിന്നെ ഇക്കാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പണികളാണല്ലേ, നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇക്കാ പറയണം. അപ്പൊ ആ ഒരു ഇതില് നമ്മൾ എന്തായാലും അതെടുക്കാണ്. പിന്നെ നമ്മൾ എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകും അല്ലേ? അതൊക്കെയാണ്. വരുന്നു നമ്മുടെ വണ്ടി ബാക്കിലൂടെ വരുന്നത് കണ്ട. അങ്ങനെ നമ്മൾ എഗ്രിമെന്റ് ഒക്കെ എഴുതി വണ്ടി എടുത്ത് നമ്മളിപ്പോൾ വീട്ടിലേക്ക് അല്ല എങ്ങനെ പോണത്, ഓഫീസിലേക്ക് പറഞ്ഞത് തെറ്റിപ്പോയി. വിശക്കണ്ടിട്ട് രാവിലെ ആ മസാല ദോശ വേണം നിക്കണത്. വെള്ളം കുടിച്ച സാധാ വെള്ളം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നോർമൽ വാട്ടർ. പക്ഷെ
പെടലി വേദന എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ട്. അയ്യോ KSRTC പെടലി വേദന ചെന്നിട്ട് പോയി കാണാം ഡോക്ടറെ. അവിടെ ക്ലിനിക്കിൽ പോയി മരുന്ന് കഴിക്കാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ മതി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കഴിച്ച് മതിയായി. വെള്ളം കുടിച്ചിട്ട് പോവാം. നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ട്. നമ്മുടെ അങ്ങോട്ട് എത്തിയിട്ട് ഫുഡ് കഴിക്കാം പോരെ. അതാ നല്ലത്. അപ്പൊ അതിന് നല്ല ഫുഡ് കഴിക്കും. ഇപ്പൊ ബിരിയാണി ഒന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് അവന്റെ ബാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ട് നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് എത്തണം. അതാണ് നമ്മുടെ അടുത്ത ഇന്റൻഷൻ. ഓക്കെ, അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കാൻ കേറട്ടെ. വാ കരി കുടിക്ക. ഞാൻ കുടിച്ചട്ടാ. നിനക്കാണ് വാങ്ങിച്ചത്. നീയാണ് എനർജറ്റിക്. അല്ല അല്ലേ? അയ്യോ ഒരു സമാധാനല്ലേ തണുപ്പേറ്റപ്പോ. പെടലി ഗൈസ്, പെടലി. കണ്ടിന്യൂസ് ഒരു ഡ്രൈവ് എടുക്കണ്ടല്ലോ എന്നുള്ളതിൽ നമ്മൾ 1-2 സ്ഥലത്തൊക്കെ നിർത്തി റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഓഫീസിലേക്ക് എത്തും. അപ്പോൾ വണ്ടി നമ്മൾ വന്ന പാടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കാർ വാഷിലേക്ക് ഇട്ടിട്ടുണ്ട് വാഷിങ്ങിന്. മുകേഷിനെ നമ്മൾ ഓഫീസിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്കാണ് കേട്ടോ വന്നത്. ഇക്കാക്ക് നല്ല സിവിയർ ആയിട്ട് പെയിൻ ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ പറ്റില്ല എന്ന് മനസ്സിലായി. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പെയിൻ കില്ലർ കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഇനി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഇഞ്ചക്ഷന് ഒരു 10-15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. അതിനൊരു അലർജി ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അലർജി ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇക്കാന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് യാതൊരുവിധ പേടിയില്ലാത്ത മനുഷ്യനാണെന്ന്. അങ്ങനെ വേണ്ടാത്ത സ്ഥലത്ത് നല്ലൊരു ഉഷാറ് കുത്തും കിട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ 1-2 മെഡിസിൻസ് ഒക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നിടത്തേക്കാണ് കേട്ടോ നമ്മൾ വേഗം വന്നത്. അപ്പതേ ഞങ്ങള് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വണ്ടി വാഷിങ്ങിന് വെച്ചിട്ടുണ്ട്. അത് നാളത്തേക്കാണ് സെറ്റ് ആക്കിയിട്ടുള്ളൂ. നമ്മൾ അറിയുന്ന ടീമിന്റെ അടുത്താണ് വാഷിങ്ങിന് കൊടുത്തേക്കുന്നത്. അപ്പോ ഐശ്വര്യമായിട്ട് നമ്മൾ വണ്ടിയുടെ പണികളൊക്കെ ചെയ്ത് തുടങ്ങി. വണ്ടി നല്ല സെറ്റായിട്ട് ഇറക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെയൊക്കെ എല്ലാം നടക്കട്ടെ. പിന്നെ അതിന്റെ ഇടയിൽ ഇക്കാകാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചു. ഇക്കാക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടി. നമ്മുടെ കൊച്ചി രാജാവ് സിനിമയിൽ പറയണ പോലെ ആ സൂചി അവിടെ തന്നെ ഇരിപ്പുണ്ടോന്നൊന്ന് നോക്കണേ സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഇക്കാടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും ഒന്ന് സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അതെ നല്ല മഴ വൈകുന്നേരമായപ്പോഴേക്കും. പിന്നെ അധികം നമ്മുടെ വ്ളോഗിനെ നീട്ടി വലിക്കുന്നില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്ന് ഇക്കാക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഹയാസിന് 4 എക്സാം മുടങ്ങാണ്. പിന്നെ ഹറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കുള്ളൂ തന്നെ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ ഇനി അങ്ങനെ അങ്ങോട്ട് പോകും. വീട്ടിലേക്ക് പോയി വീട്ടിലായിരിക്കുള്ളൂ ഇനിയിപ്പോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഹോപ്പ് നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കാനായിട്ട്. അപ്പൊ കമന്റ് ചെയ്യുക. അതുപോലെ കമന്റിന് റിപ്ലൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്കിലും എങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അങ്ങോട്ട് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നോക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കുന്നില്ലേ. ഒരുമിച്ച് ടാറ്റ പറയാം. 1 2 3 സ്റ്റാർട്ട്. കൈ കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. ടാറ്റ ബൈ ബൈ, സീ യു.